ഇനി പറയാൻ പോകുന്ന ഒരു ഭാഗം ഫോർ മേജർ ഫീഡേഴ്സ് ഓഫ് സിസ്റ്റമാറ്റിക് സ്റ്റഡീസ്. ക്രമബദ്ധമായ പഠനങ്ങൾക്ക് സഹായിക്കുന്ന 4 പ്രധാന മേഖലകൾ. അതായത് ഈ ലോക്കൽ ഹിസ്റ്ററിയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസിനെ സഹായിക്കുന്ന 4 പ്രധാന മേഖലകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പായിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ചരിത്രകാരന്മാർ സഹായകമായി സ്വീകരിക്കുന്ന പ്രധാന 3 മേഖലകളെ കുറിച്ച്. അതിൽ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ് ഒക്കെ ഉൾപ്പെടുന്ന. അപ്പൊ ഇവകളൊക്കെ ലോക്കൽ ഹിസ്റ്ററി പഠനത്തിന് വളരെയധികം സഹായകരമായി തീരുന്നുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററിയുടെ സമഗ്രമായ ഒരു പഠനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നൊക്കെ ആണ് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇവിടെ പറയാൻ പോകുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഫോർ മേജർ ഫീഡേഴ്സ് ഓഫ് സിസ്റ്റമാറ്റിക് സ്റ്റഡീസ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്, മറ്റൊന്ന് സോഷ്യൽ സയൻസ്, പിന്നെ അതിന് ശേഷം വരുന്നത് ബയോളജിക്കൽ സയൻസ്, ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ഫിസിക്കൽ സയൻസ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് വരുന്ന ഇതിന്റെ ഉപമേഖലകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലൊന്ന് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതായത് കലയും മാനവിക ശാസ്ത്രങ്ങളും. അതിൽ വരുന്നത് ഭാഷാ ശാസ്ത്രം, അതായത് ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ഫിലോസഫി, തത്വചിന്ത, അതുപോലെ തന്നെ സൈക്കോളജി, മനഃശാസ്ത്രം തുടങ്ങിയ ശാഖകളാണ് പ്രധാനമായിട്ടും ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് വരുന്നത്. മറ്റൊന്ന് സാമൂഹിക ശാസ്ത്രങ്ങളാണ്, അതായത് സോഷ്യൽ സയൻസ്. അതിൽ എക്കണോമിക്സ് വരുന്നു, സാമ്പത്തിക ശാസ്ത്രം. സാമൂഹ്യ ശാസ്ത്രമായിട്ട് വരുന്നത് സമൂഹ ശാസ്ത്രമായിട്ട് വരുന്നത് സോഷ്യോളജി, പിന്നെ രാഷ്ട്രീയ ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, അതായത് നരവംശാസ്ത്രം അല്ലെങ്കിൽ മനുഷ്യ ശാസ്ത്രം, മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുന്ന പഠനശാഖക്കാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. മറ്റൊന്ന് വരുന്നത് ബയോളജിക്കൽ സയൻസ് ആണ്. അതിൽ പാലിയോണ്ടോളജി പോലുള്ള ശാഖകൾ ചരിത്ര പഠനത്തിന് വളരെയധികം സഹായകമാണ്. അതിൽ വരുന്ന ഒന്ന് എക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം, അതുപോലെ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, പരിസ്ഥിതി ചരിത്രത്തെ പഠിക്കാൻ എക്കോളജി വളരെയധികം പ്രചോദനമാകുന്നു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വരുന്നത് ഫിസിക്കൽ സയൻസ്, അതായത് ഭൗതിക ശാസ്ത്രങ്ങളാണ്. അതിൽ വരുന്ന ഒന്നാണ് പുരാവസ്തു ശാസ്ത്രം, അതുപോലെ തന്നെ ജിയോഗ്രഫി, ഭൂഗോളത്തെ സംബന്ധിച്ച് പഠിക്കുന്ന, ഭൂമിയെ സംബന്ധിച്ച് പഠിക്കുന്ന ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ജിയോളജി, ഭൂവിജ്ഞാനത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ജിയോളജി പോലുള്ള ശാഖകൾ ചരിത്രകാരന് ഭൗതിക അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കാൻ വളരെയധികം സഹായകരമാണ് എന്നുള്ളതാണ്. ഇത് ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് അപ്പൊ ഈ പറയപ്പെട്ട 4 പ്രധാന ശാസ്ത്ര പഠന മേഖലകൾ, അതിന്റെ ഉപമേഖലകൾ, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായി വരുന്നത്, സോഷ്യൽ സയൻസിന്റെ ഭാഗമായി വരുന്നത്, ബയോളജിക്കൽ സയൻസിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും ഭാഗമായി വരുന്ന അതിന്റെ ഉപപഠന മേഖലകൾ ലോക്കൽ ഹിസ്റ്ററിയെ അല്ലെങ്കിൽ അതിന്റെ സമഗ്രതയെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു വന്നത്. ഇനി പറയാൻ പോകുന്ന ഒന്ന് കോർ ഡിസിപ്ലിനറി മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ശാഖാപരമായ രീതികൾ. നമ്മളിപ്പോ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ കേവലം ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് ഈ ലോക്കൽ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ ആശ്രയിക്കുക. പഴയ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഏതൊരു മേഖലയാണോ അതിനെ അതിൻ്റെതായിട്ടുള്ളൊരു ശാസ്ത്ര സമീപനങ്ങൾ വെച്ച് മാത്രം പഠിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ പുതിയ കാലത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് ഡിസിപ്ലിനറി ഈ മെത്തേഡ് വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലാണ് ഈ പുതിയ കാലം എന്നുള്ളത്. നമുക്ക് നോക്കാം. ഒരു ചരിത്രകാരൻ കുടുംബ ചരിത്രം അല്ലെങ്കിൽ ഭൗതിക ചരിത്രം എഴുതുമ്പോൾ, ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഹിസ്റ്ററി ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു ചരിത്രകാരൻ മനഃശാസ്ത്രത്തിൽ നിന്ന് സൂചനകൾ സ്വീകരിക്കാം. അപ്പൊ മനഃശാസ്ത്രം എന്നുള്ളത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വളരെയധികം വിദൂരതയിൽ നിൽക്കുന്ന മറ്റൊരു ശാസ്ത്രശാഖയാണ്. പക്ഷേ ഒരു ഫാമിലി ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ശാസ്ത്രശാഖയായിട്ടുള്ള സൈക്കോളജിയിൽ നിന്നും അതിന്റെ ചില ഭാഗങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ പ്രാചീന കാല ചരിത്രം എഴുതുന്ന സമയത്ത്, പ്രീ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് പുരാവസ്തു ശാസ്ത്രത്തിന്റെ, ഇപ്പൊ ഈ ആർക്കിയോളജി എന്നുള്ളത് ചരിത്രത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ പോലും മറ്റൊരു ശാസ്ത്രശാഖയാണല്ലോ. അപ്പൊ പുരാവസ്തു ശാസ്ത്രത്തിന്റെ മെത്തേഡുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമീപനങ്ങളും സ്വീകരിക്കാം. മറ്റൊന്നൊരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ, അതായത് പൊളിറ്റിക്കൽ സയൻസിന്റെ സഹായം തേടുന്നു സ്വാഭാവികമായും. മറ്റൊന്ന് സാമ്പത്തിക ചരിത്രത്തെ നമ്മൾ എഴുതി കൊണ്ടുവരുമ്പോൾ ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള
സഹകരണങ്ങളും ആവശ്യമായിട്ട് വരുന്നു. മറ്റൊന്ന് ജെനറ്റിക്സിനെ അല്ലെങ്കിൽ ജനിതക പഠനത്തെ സംബന്ധിച്ച അറിവുകൾ പാലിയോണ്ടോളജി പോലുള്ള ശാസ്ത്ര ശാഖകളിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ ചരിത്ര പഠനം പല ശാഖകളുടെ സഹകരണത്തിലൂടെയാണ് കൂടുതൽ സമഗ്രമായി വികസിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ക്രോസ് ഡിസിപ്ലിനറി മെത്തേഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ക്രോസ് ഡിസിപ്ലിനറി മെത്തേഡ് കൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഉപയോഗം ഒരു ചരിത്ര പഠനത്തെ അതിനെ കൂടുതൽ കൂടുതൽ സമഗ്രമായി വികസിപ്പിക്കാൻ ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നു എന്നതാണ്. ഇനി പറയുന്ന ഒന്നാണ് ജിയോ ഹിസ്റ്ററി. ജിയോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നോക്കാം. ജിയോ ഹിസ്റ്ററി എന്നത് ഒരു രാജ്യത്തിന്റെ ചരിത്രവും നിലവിലെ അവസ്ഥയും ഭൂമിയിലെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി പഠിക്കുന്ന രീതിക്കാണ് ജിയോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ചരിത്രവും നിലവിലെ അവസ്ഥയും ഭൂമിയിലെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഭൂമിയുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി പഠിക്കുന്ന രീതിക്കാണ് ജിയോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായി ജിയോഗ്രഫിയെയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് സ്ഥിതി വിവര ശാസ്ത്രത്തെയും ആശ്രയിക്കുന്നു. ഇത് കോർഡിനൻസ്, ഓഷ്യൻസ്, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ തുടങ്ങിയ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ കാലക്രമത്തിൽ എങ്ങനെ മാറിയെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ ജിയോ ഹിസ്റ്ററി എന്ന് ചുരുക്കി പറഞ്ഞാല് ഭൂമിയിലെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുന്ന രീതിക്കാണ് ഇത് പറയുന്നത് ജിയോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ജിയോ ഹിസ്റ്ററി ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ്. ഇത് ഹിസ്റ്ററി അതുപോലെ തന്നെ ആന്ത്രപ്പോളജി, എക്കോളജി എന്നിവയുമായൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല കൂടെയാണ്. ഈ ജിയോ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ചരിത്രവും ഭൂഗോളവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. അപ്പോൾ ജിയോ ഹിസ്റ്ററിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ചരിത്രവും ഭൂഗോളവും തമ്മിലുള്ള ബന്ധം അത് വ്യക്തമാക്കി തരുന്നു എന്നത്. ഒരു സ്ഥലം കാലക്രമത്തിൽ എങ്ങനെ മാറി, ചരിത്ര സംഭവങ്ങൾ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശിക ലാൻഡ്സ്കേപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നും ഇത് പഠിക്കുന്നത് മൂലം അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെതായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്നത് മൂലം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത്. അപ്പോൾ ജിയോ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ജിയോ ഹിസ്റ്ററിയുടെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സവിശേഷത ചരിത്രവും ഭൂഗോളവും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒരു സ്ഥലം കാലക്രമത്തിൽ എങ്ങനെ മാറി, ചരിത്ര സംഭവങ്ങൾ പ്രാദേശിക ലാൻഡ്സ്കേപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നും ഒക്കെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ പഠനത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഴയ കാലത്തെ പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് മാപ്സ്, ഫോട്ടോസ്, ഏരിയൽ ഫോട്ടോസ്, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം GIS എന്നിവ ഉപയോഗിച്ച് പഴയ കാലത്തെ പുനർനിർമ്മിക്കുന്നു. ഇതിലൂടെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് എങ്ങനെ മാറി, പ്രധാന ലാൻഡ് മാർക്സ് എവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തും. ഇപ്പൊ മാപ്പ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് പല വിധത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടും. അതുപോലെ ഏരിയൽ ഫോട്ടോസ് ഒക്കെ മുകൾ ഭാഗത്തു നിന്നൊക്കെ എടുക്കുന്ന ഈ സാറ്റലൈറ്റ് ഫോട്ടോകൾ പോലുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും അവിടുത്തെ ലാൻഡ് മാർക്സുകൾ, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കുകളൊക്കെ എങ്ങനെ മാറി എന്നുള്ള അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെയധികം സഹായകരമാവുന്നു. പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു ഭാഗമാണ് ചരിത്ര കെട്ടിടങ്ങൾ, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, പിന്നെ പാർക്കുകൾ തുടങ്ങിയ ബിൽറ്റ് എൻവയോൺമെന്റ് പഠിക്കുന്നത് സമൂഹത്തിന്റെ ഹെറിറ്റേജ് മനസ്സിലാക്കാനും ഈ നിർമ്മാണ കലകളെ കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ കലാചാരുതി മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ വാസ്തു വിദ്യ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പ്ലേസ് ബേസ്ഡ് ഐഡന്റിറ്റി, സ്ഥലാടിസ്ഥാനത്തിലുള്ള അസ്തിത്വം, ഐഡന്റിറ്റി ഒക്കെ വളർത്താനും ഇത് നമ്മെ സഹായിക്കുന്നു. അതിനാൽ ജിയോ ഹിസ്റ്ററി, ടൈം, സ്പേസ്, ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്നിവയെ ഒരുമിച്ച് ചേർത്ത് ലോക്കൽ ഹിസ്റ്ററിയെ സമ്പുഷ്ടമാക്കുന്നു. സമയം, സ്ഥലം, മാനുഷികമായ അനുഭവങ്ങൾ എന്നിവയെ ഒരുമിച്ച് ചേർത്ത് ലോക്കൽ ഹിസ്റ്ററിയെ സമ്പുഷ്ടമാക്കുന്ന ഒന്നാണ് എന്ത് ജിയോ ഹിസ്റ്ററി എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന ഒരു പ്രധാന ഭാഗമാണ് ടോട്ടൽ ഹിസ്റ്ററി ആൻഡ് ലോങ് ഡ്യൂറേ. ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് പ്രധാന കോൺസെപ്റ്റുകളാണ്. അതിലൊന്ന് ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെ സമഗ്ര ചരിത്രം എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. മറ്റൊന്ന് ലോങ് ഡ്യൂറേ, അത് ദീർഘകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രത്തിന്റെ കാലഗണനക്കനുസരിച്ച് ഒരു
പ്രത്യേക പരിധിയോ പരിമിതിയോ ഒന്നും ഇല്ലാതെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റ് ആണ് ലോങ് ഡ്യൂറേ. നമുക്ക് നോക്കാം. ടോട്ടൽ ഹിസ്റ്ററി എന്നത് രാഷ്ട്രീയവും സൈനിക സംഭവങ്ങളും മാത്രമല്ല, സാമ്പത്തികം, അതുപോലെ തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട്, സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട്, ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചരിത്രത്തെ സമഗ്രമായി പഠിക്കുന്ന ഒരു രീതിയാണ് ഇത് ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു രാഷ്ട്രീയവും സൈനിക സംഭവങ്ങളും മാത്രമല്ല. അങ്ങനെ പറയാൻ കാരണം ഒരു കാലത്ത് ഈ ചരിത്ര പഠനം എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, സൈനിക സംഭവങ്ങൾ, യുദ്ധങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഈ ടോട്ടൽ ഹിസ്റ്ററി എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വന്നത് തന്നെ അത് അതിനപ്പുറം, അതായത് രാഷ്ട്രീയ സൈനിക സംഭവങ്ങൾക്കപ്പുറം ആ നാട്ടിലെ, ആ പ്രദേശത്തെ, ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തികം, സംസ്കാരം, സാമൂഹിക ജീവിതം, സാധാരണ ജനങ്ങളുടെ ജീവിതം എന്നിവയൊക്കെ ഉൾപ്പെടുത്തി സമഗ്രമായി പഠിക്കുന്ന ഒരു രീതിയാണിത് ടോട്ടൽ ഹിസ്റ്ററി എന്നുള്ളത്. ഇത് അനാലിസിസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ 1929 ഫ്രഞ്ച് കേന്ദ്രീകൃതമായി വന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ് അനാലിസിസ് സ്കൂൾ മുഖേന വികസിച്ചു. അപ്പൊ ഇത് വികസിക്കുന്നത് ഈ അനാലിസിസ് സ്കൂൾ. ഈ അനാലിസിസ് സ്കൂളൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിനൊക്കെ എന്ത് വന്നത്, ഒരു പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ സ്കൂൾ സ്ഥാപിച്ചത്, അതായത് ഈ അനാലിസിസ് സ്കൂൾ സ്ഥാപിച്ചത് ലൂസിയൻ ഫെബ്രെ, അതുപോലെ തന്നെ മാർക്ക് ബ്ലോച്ച് എന്നീ രണ്ട് പ്രധാന ചരിത്രകാരന്മാരാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനാലിസിസ് സ്കൂളിനെ കുറിച്ച് ചിലപ്പോൾ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് സ്ഥാപിക്കുന്നത് 1929 ഫ്രഞ്ചിലാണ്. ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ്. സ്ഥാപിക്കുന്ന രണ്ട് വ്യക്തികളാണെന്ന് ലൂസിയൻ ഫെബ്രെ, അതുപോലെ തന്നെ മാർക്ക് ബ്ലോക്ക് എന്ന രണ്ട് ചരിത്രകാരന്മാർ. പിന്നെ അടുത്ത ഒന്ന് ഈ ടോട്ടൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും അതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലോങ് ഡ്യൂറേ, ദീർഘകാല ചരിത്ര കാലാവധി. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ ആശയം. ഈ ആശയം അവതരിപ്പിച്ചത് ഫെർണാണ്ട് ബ്രോഡൽ ആണ്. ഇത് ദീർഘകാല സാമൂഹിക, സാമ്പത്തിക, ഭൂമിശാസ്ത്ര ഘടനകൾ ചരിത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു രീതിയാണത്. അപ്പോ ലോങ് ഡ്യൂറേ എന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചത് ഫെർണാണ്ട് ബ്രോഡൽ ആണ്. ഇതിന്റെ ഒരു ആശയം എന്നുള്ളത് ദീർഘകാല സാമൂഹിക, സാമ്പത്തിക, ഭൂമിശാസ്ത്ര ഘടനകൾ ചരിത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു രീതിയാണിത് ലോങ് ഡ്യൂറേ എന്നുള്ളത്. ഈ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ്, അനാലിസിസ് സ്കൂളിന്റെ ഭാഗമായി വന്നതാണ്. ഇനി നമ്മൾ ചുരുക്കി പറഞ്ഞാല് ടോട്ടൽ ഹിസ്റ്ററി എന്നുള്ളത് ചരിത്രത്തെ സമഗ്രമായി പഠിക്കുന്ന രീതി. ലോങ് ഡ്യൂറേ എന്നത് ദീർഘകാല, ഒന്ന് കാലത്തെ സംബന്ധിച്ചാണ്, ഒന്ന് ചരിത്രത്തെ സംബന്ധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ദീർഘകാല ചരിത്ര പ്രക്രിയകളും ഘടനകളും പഠിക്കുന്ന ഒരു സമീപനത്തിനാണ് എന്ത് പറയുന്നത്, ലോങ് ഡ്യൂറേ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വിഷയ സംബന്ധമായി, ചരിത്ര സംബന്ധമായി അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വിഷയത്തെ സംബന്ധമായി പഠിക്കുന്ന ഒന്നാണെങ്കിൽ, ലോങ് ഡ്യൂറേ എന്നുള്ളത് ദീർഘകാല ചരിത്ര പ്രക്രിയകളും ഘടനകളും പഠിക്കുന്ന ഒരു രീതിക്കാണ് എന്ത് പറയുന്നത്, ലോങ് ഡ്യൂറേ എന്ന് പറയുന്നത്.